ഈ ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്ത വാർത്തയിലേക്കാണ്. ആലപ്പുഴ മുഹമ്മ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് തൂങ്ങി മരിച്ചത്. CPO സന്തോഷ് കുമാറാണ് മരിച്ചത്. തിങ്കളാഴ്ച നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതായിരുന്നു സന്തോഷ് കുമാർ. ചൊവ്വാഴ്ച വൈകുന്നേരമായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് സ്റ്റേഷന്റെ അടച്ചുപൂട്ടിയ ടെറസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പോലീസ് സേനയിൽ ഒരു ആത്മഹത്യാ വാർത്ത കേൾക്കുന്നത്. നമുക്കറിയാം, ഈ സമീപകാലത്ത് ഈ ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരുടെ ചൂഷണവും കാരണം നിരവധി പോലീസുകാർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനുശേഷം പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി സംസ്ഥാന തലത്തിൽ DGPയുടെ നിർദ്ദേശപ്രകാരം പല രീതിയിലുള്ള ട്രെയിനിങ്ങുകളും അവർക്കതിനു വേണ്ടിയുള്ള ചില പരിശീലനങ്ങളൊക്കെ നൽകിയിരുന്നു. ഇതിപ്പോൾ ഈ CPO സന്തോഷ് കുമാറിന്റെ മരണകാരണം എന്താണ്? ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? ടോമെ, തിങ്കളാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മുഹമ്മ പോലീസ് സ്റ്റേഷനിലെ 44-കാരനായ CPO ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള വിവരം കുടുംബാംഗങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതോടുകൂടിയാണ് തിരച്ചിൽ ആരംഭിച്ചത്. പക്ഷേ സ്റ്റേഷനിലെ തന്നെ ഉപയോഗശൂന്യമായ മുകൾ നിലയിലെ ഒരു മുറിയിലാണ് അദ്ദേഹത്തെ റൂഫിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തുടർന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം മുഹമ്മ സ്വദേശി തന്നെയാണ് ഈ സന്തോഷ് കുമാർ. സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വിഷയങ്ങളല്ല ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക പ്രതിസന്ധികളാവാം ഒരുപക്ഷെ ഈ 44-കാരനായ പോലീസ് ഉദ്യോഗസ്ഥനെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടില്ല. അതിനുശേഷം മാത്രമേ ഒരു വ്യക്തതയിലേക്ക് വരാൻ കഴിയൂ. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും പോലീസ് സ്റ്റേഷനിലെ ആളുകളും ഒക്കെ വ്യക്തമാക്കുന്നത് സാമ്പത്തികമായ ചില പരാധീനതകൾ ഉണ്ടായിരുന്നു. അതിന്റെ പ്രതിസന്ധി, അതിന്റെ അസ്വസ്ഥതകൾ അദ്ദേഹത്തിനെ അലട്ടിയിരുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം, അതായത് പോലീസ് സ്റ്റേഷന്റെ മുകളിലത്തെ നിലയിലെ മുറിയിൽ, അടച്ചിട്ട മുറിയിൽ, ഉപയോഗശൂന്യമായ മുറിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളത്. മുഹമ്മ സ്വദേശിയായ സന്തോഷ് കുമാർ എന്ന 44-കാരനാണ് മരണപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ശരണ്യ, ഇങ്ങനൊരു നമുക്കറിയാം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സാമാന്യം ഭേദപ്പെട്ടൊരു ശമ്പളം വാങ്ങുന്നവരാണ്. അങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണോ ആത്മഹത്യ കാരണം? മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് തൊഴിൽ സമ്മർദ്ദം, ജോലി സമ്മർദ്ദം? കാരണം പോലീസുകാർ അത്രയധികം ജോലി സമ്മർദ്ദം നേരിടുന്നുണ്ടെന്ന് നമ്മൾ ഈ അടുത്തിടെ ആണ് ഇതിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കിയത്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഏകദേശം സംസ്ഥാനത്ത് 70-ലധികം പോലീസുകാർ ആത്മഹത്യ ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ അത്രയധികം സമ്മർദ്ദം, പല സ്റ്റേഷനുകളിലും ആളുകളുടെ ഒരു കുറവുണ്ട്. കൂടുതൽ സമയം ജോലിയെടുക്കണം, അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയമില്ല, മറ്റു വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ സമയമില്ല. അങ്ങനെ ആത്മഹത്യക്ക് പല കാരണമാണ്. ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉന്നത തലത്തിൽ പരിശോധിച്ചപ്പോൾ ഈ പോലീസുകാരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ മനസ്സിലായത്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ അലട്ടിയിരുന്നോ? നിലവിൽ നമുക്ക് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊരു സൂചന ലഭ്യമായിട്ടില്ല. തീർച്ചയായിട്ടും ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷേ സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിലൊരു ജോലി സമ്മർദ്ദവും മാനസികമായ, എന്തായാലും മാനസിക നില തകർന്ന അവസ്ഥയിലായിരിക്കും ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടാവുക. പക്ഷെ അതിലേക്ക് നയിച്ചത് ഈ സാമ്പത്തിക പ്രതിസന്ധികളാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷെ അത് എത്രമാത്രമാണ്, അതിന്റെ അളവ് എന്തെന്ന് സംബന്ധിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും നിലവിൽ സഹപ്രവർത്തകരടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയുള്ളത് സാമ്പത്തിക പ്രതിസന്ധികൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതിന്റെ ഒരു ഭാഗമായി വേണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ വഴിതെളിച്ചത് എന്നുള്ള രീതിയിലാണ് വ്യക്തമാക്കുന്നത്. കുടുംബവും മറ്റൊരു രീതിയിലുള്ള വിശദാംശങ്ങൾ, അത് കത്തോ മറ്റു കാര്യങ്ങളോ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ നിലവിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പക്ഷെ കുടുംബവും അടക്കം മറ്റ് വിശദാംശങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തേക്ക് വന്നിട്ടില്ല. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ചുറ്റുപാടിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് CPO സന്തോഷ് കുമാർ ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്നത്.